നമസ്കാരം, എല്ലാവർക്കും സുഖാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസകാലം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നോട്ടിക്കൽ മാൾസ് എന്ന് പറയുന്ന ന്യൂയോർക്കിലുള്ള ഫ്രീപോർട്ട് ഏരിയയിലേട്ടാണ് കേട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തുറമുഖ പട്ടണമാണ്. അവിടെ നമ്മൾ ഇന്നൊരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് പ്രൈം എന്ന് പറയുന്ന ഈ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേട്ടാണ് കേട്ടോ. നമ്മളിവിടെ വരാനായിട്ട് റിസർവേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് എല്ലാം ബ്ലോക്കായി കിടക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ദൈവം സഹായിച്ച് നമുക്ക് വേണ്ടിയിട്ടൊരു സ്പോട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ഇനി ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി സമ്മർ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ റിസർവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നെങ്കിലും കുറച്ച് ഫ്രഷ് ഓയിസ്റ്റർ ട്രൈ ചെയ്യാമെന്നുള്ള മൈൻഡ് സെറ്റുമായിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ എന്താ പറയുക, നടക്കില്ല എന്ന് തോന്നുന്നു. കാരണം എന്താണെന്നറിയോ, ഇവിടുത്തെ മെനൂസ് ഫിക്സഡ് ആണ്. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. ഹിയർ വി ഗോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയലോഗിനുള്ള സമയം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതോടൊപ്പം തന്നെ ഇത് മദ്യപാനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും അല്ല. ഓർഡർ ചെയ്ത ഡ്രിങ്ക്സിൻ്റെ പേര് ഞാൻ വേഗം ഒന്ന് പറയാം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് മാർഗരീത വിത്ത് പീച്ച് ഫ്ലേവേർഡ് ആണ്. റോബിൻ ഓർഡർ ചെയ്തത് എക്സ്പ്രസോ മാർട്ടിനിയാണ് കേട്ടോ. അതൊരു കോഫി ഫ്ലേവേർഡ് ആണ്. പിന്നെ റായൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ക് വിത്ത് ലെമൺ ആയിരുന്നു. എന്താ ഞാനിത് പറയാൻ കാരണം എന്നറിയോ, US വന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഫാമിലിയുടെ കൂടെ ആയാലും നമ്മൾ വെളിയിലൊക്കെ ഡിന്നറിനൊക്കെ പോകുന്ന സമയത്ത് ഓർഡർ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഏതാ ഡ്രിങ്ക് എന്നോ പേരോ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും റോബിനായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഈ ഓർഡറൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇതെൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള എല്ലാ മലയാളീസും തന്നെ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ഡിഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അതായത് ഞാൻ ഓർഡർ ചെയ്തത് സ്റ്റേക്ക് വിത്ത് സ്മാഷ് പൊട്ടാറ്റോ സൈഡ്. റോബിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിംപ് ഫ്രൈഡ് റൈസ് ആൻഡ് ലാം ചോപ്പ് ആയിരുന്നു കേട്ടോ. റൈൻ്റെത് ഒരു കിഡ്സ് മീലായിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നല്ലേ പറയുക. അപ്പം നമ്മുടെ ഈ ഒരു ഡിന്നർ ഇവിടെ അവസാനിക്കാറായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ സ്വീറ്റ് ഡിഷ് ഇവിടെ സെർവ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതായത് റൈന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മൂസും ഞാനും റോബിനും കൂടെ കൂടിയിട്ട് ഒരു ക്യാരറ്റ് കേക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷുഗർ കട്ടിൻ്റെ ഭാഗമായിട്ട് അതെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ഇത് കണ്ടോ, ഇവിടെ പുറകിലായിട്ട് ബബിൾസ് ഒക്കെ പറത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ താഴെ ഒരു സെക്ഷൻ ഉണ്ട്, അത് ബാർ സെക്ഷൻ ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവർക്ക് റൂഫ് ടോപ്പ് ബാറും ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ഒന്നും നമുക്ക് പോകാൻ സാധിക്കില്ല, റായൻ ഉള്ളതുകൊണ്ട്. റോബിനാണെങ്കിൽ ലെഫ്റ്റ് ഓവേഴ്സ് എല്ലാം കാറി കൊണ്ടുപോയി വെക്കാനായിട്ട് പോയിട്ടോ. അതായത് നമ്മൾ ഇവിടെ ലെഫ്റ്റ് ഓവേഴ്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അതിൽ യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഡേയിലെ ഡിന്നറും ലഞ്ചും ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള നോട്ടിക്കൽ മാൾസിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാം. പറഞ്ഞ എന്താണെന്നറിയോ, ഇപ്പൊ ഇത് ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. പക്ഷേ ആണെങ്കിൽ സമ്മർ ടൈം ആകുമ്പോൾ, അതായത് ഇപ്പോൾ സമ്മർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, സമ്മർ ടൈം ആകുമ്പോൾ ഇവിടെ ഭയങ്കര റഷ് ആയിരിക്കും കേട്ടോ. ഒത്തിരി അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാറിൻ്റെ ഷോസ് നടക്കാറുണ്ട്. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ സ്ട്രീറ്റിൽ ഷോയൊക്കെ നടത്താറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് പാർട്ടീസൊക്കെ നമുക്ക് ബോട്ടിൽ വെച്ചിട്ട് നടത്താം. അതല്ലെന്നുണ്ടെങ്കിൽ ക്രൂസൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 2 to 3 hours നൈറ്റ് ക്രൂസൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലൗഡ് മ്യൂസിക് ഒന്നും പാടില്ലെന്ന ഇവിടുത്തെ റൂൾസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. അവിടെ ഒത്തിരി അധികം ആളുകൾ ഓൺ ചെയ്തിരിക്കുന്ന ഹൗസസും ഉണ്ട്. അതോടൊപ്പം തന്നെ മിക്കവാറും ആളുകൾ ഇവിടെ വെക്കേഷൻ ഹോം ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഈ ഒരു ഡയലോഗ് പറയാതെ പോകുന്നത് മോശമല്ലേ? അപ്പം അതങ്ങ് പറഞ്ഞേക്കാം അല്ലേ. അതായത് കാശ് ഉണ്ടായിട്ട് വേണം ഇവിടെ നല്ലൊരു വീടൊക്കെ മേടിച്ചിട്ട് റിട്ടയർമെൻറ്റ് ആകുമ്പോഴത്തേനും വന്ന് അടിച്ചു പൊളിക്കാൻ. അങ്ങനെ നമ്മുടെ നോട്ടിക്കൽ മാൾസ് അമേരിക്കൻ തുറമുഖ പട്ടണ കാഴ്ചകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.
എത്ര ഷുഗർ കട്ടാന്ന് പറഞ്ഞാൽ കൂടെയും ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ റായൻ്റെ ഒപ്പം ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ചു. അങ്ങനെ ഇനി അത് എൻജോയ് ചെയ്യുക, വീട്ടിൽ പോവുക, അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.